വിമാനത്താവളത്തിലേക്ക് വ്യാജ ബോംബ് സന്ദേശം അയച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃശൂർ സ്വദേശി ഗോകുലിനെ ചോദ്യം ചെയ്തപ്പോൾ പുറത്തുവന്നത് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ. പഴയ കാമുകിയെ സ്വന്തമാക്കാനായി ഗോകുൽ ഭാര്യയെ കൊലപ്പെടുത്തുകയും ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. മുൻ കാമുകിയുടെ ഇപ്പോഴത്തെ ഭർത്താവിനെ കുടുക്കാൻ ഗോകുൽ അയച്ച വ്യാജ സന്ദേശങ്ങളാണ് ഗോകുലിനെ കുടുക്കിയത്. വിമാനത്താവളത്തിലേക്ക് വ്യാജ ബോംബ് സന്ദേശം അയച്ച സംഭവത്തിൽ അറസ്റ്റിലായ തൃശൂർ സ്വദേശി MG ഗോകുലിനെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പഴയ കാമുകിയെ സ്വന്തമാക്കാനായി ഭാര്യയെ കൊല്ലുകയും കാമുകിയുടെ ഇപ്പോഴത്തെ ഭർത്താവ് സജു ജോസിനെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ അതിനു കഴിയാതെ വന്നപ്പോൾ സജു ജോസിനെ കൊടുക്കാൻ സജുവിന്റെ പേരിലെടുത്ത സിം കാർഡിൽ നിന്ന് വിമാനത്താവളത്തിലേക്ക് വ്യാജ ബോംബ് സന്ദേശം അയക്കുകയായിരുന്നു. സജുവിന്റെ ഭാര്യ തന്നെയാണ് അയാളുടെ തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ളവ MG ഗോകുലിന് നൽകിയത്. സജു ജോസിന് ഭീകരരുമായി ബന്ധമുണ്ടെന്ന് വരുത്തി തീർത്ത് ജയിലിലാക്കുകയായിരുന്നു ഗോകുലിന്റെ ലക്ഷ്യം. 2014 ബംഗളൂരുവിൽ വച്ചാണ് ഗോകുൽ ഭാര്യ അനുരാധയെ കൊലപ്പെടുത്തിയത്. പിന്നീട് ഇത് ആത്മഹത്യയെന്ന് വരുത്തി തീർക്കുകയായിരുന്നു. ഈ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം കാമുകിയുടെ പിന്തുണയുമുണ്ടായിരുന്നു. പഠനകാലം മുതലുള്ള പ്രണയ സാഫല്യത്തിന് വേണ്ടിയാണ് ഗോകുൽ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചേർന്നെന്നാണ് പോലീസ് പറയുന്നത്. വ്യത്യസ്ത മതക്കാരായിരുന്നതിനാൽ യുവതിയും ഗോകുലും തമ്മിലുള്ള പ്രണയം വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഇയാൾ കൊൽക്കത്ത സ്വദേശിനിയെ വിവാഹം കഴിക്കുകയും ബംഗളൂരുവിൽ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു. ഇതിനിടയിൽ വീണ്ടും പഴയ കാമുകിയെ പരിചയപ്പെടുകയും അവരുടെ സഹായത്തോടെ ക്രൂരകൃത്യങ്ങൾ ചെയ്യുകയുമായിരുന്നു. ഭീഷണി സന്ദേശം അയച്ച കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെ സമ്മർദ്ദം താങ്ങാനാവാതെ പഴയ കുറ്റകൃത്യങ്ങളടക്കം ഗോകുൽ സമ്മതിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്. താനറിയാതെ തന്റെ പേരിൽ മറ്റൊരാൾക്ക് തൊഴിൽ വിസ നൽകി വഞ്ചിക്കപ്പെട്ടതായി യുവാവിന്റെ പരാതി. കാസർഗോഡ് ഉപ്പള സ്വദേശി മുഹമ്മദ് നാസറാണ് UAE-ൽ തട്ടിപ്പിനിരയായത്. ലഭിച്ച തൊഴിലും നഷ്ടമായ യുവാവ് ഇപ്പോൾ വിസിറ്റിംഗ് വിസ പോലും ലഭിക്കാതെ നാട്ടിൽ തങ്ങേണ്ട സ്ഥിതിയിലാണ്. +2 പഠനശേഷം ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിൽ ഡിപ്ലോമ നേടിയ കാസർഗോഡ് ഉപ്പള മണ്ണൻകുഴി സ്വദേശി സാജിദ മൻസലിൽ അബ്ദുൾ നാസറിന് വൈകാതെ തന്നെ ഗൾഫിൽ തൊഴിലവസരം കൈവന്നു. പത്രപരസ്യം കണ്ട് അപേക്ഷിച്ച നാസറിന് സ്വകാര്യ കമ്പനിയിൽ ഫയർ സേഫ്റ്റി ഇൻസ്പെക്ടറുടെ തസ്തികയിൽ ജോലി ലഭിച്ചു. സന്ദർശന വിസയിൽ 3 മാസം ജോലി ചെയ്ത ശേഷം സ്ഥിരമായുള്ള തൊഴിൽ വിസ ലഭിക്കുന്നതിനായി നാട്ടിലേക്ക് മടങ്ങി. എന്നാൽ നാസറിന് ജോലി നൽകിയ കമ്പനി തൊഴിൽ വിസയ്ക്ക് ശ്രമിച്ചപ്പോൾ അബുദാബിയിലെ മറ്റൊരു കമ്പനിയിൽ തന്റെ പേരിൽ നേരത്തെ തൊഴിൽ വിസ നൽകിയതായാണ് കണ്ടെത്തിയതെന്ന് നാസർ പറഞ്ഞു. റംസാനിൽ നാട്ടിലോട്ട് വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ മെയിലൊക്കെ അയച്ചു കമ്പനിക്ക്. പക്ഷേ അവർ പറഞ്ഞു റിജക്റ്റ് ആണ്. അങ്ങനെ 4 പ്രാവശ്യം കണ്ടിന്യൂസ്ലി റിജക്റ്റ് ആയി. കാരണം ഓൾറെഡി വിസയിലുണ്ട് എന്ന് പറയുന്നു, മറ്റൊരു വിസയിൽ. അങ്ങനെ ആ കമ്പനീൻ്റെ PROക്ക് പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരിയാക്കി തരാമെന്നല്ല പറഞ്ഞു അതിന്. പക്ഷേ അവിടേക്ക് എത്തിയപ്പോൾ പിന്നെ ബ്ലോക്കാണ്. പിന്നെ വിസിറ്റും അപ്ലൈ ആക്കി. UAE-ലെ സുഹൃത്തുക്കളുടെ സഹായത്തോടെ അബുദാബിയിലെ പ്രസ്തുത കമ്പനിയുമായി നാസർ ബന്ധപ്പെട്ടപ്പോൾ പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന മറുപടിയാണ് ലഭിച്ചത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും പ്രശ്നപരിഹാരമായില്ല. ഇതോടെ ലഭിച്ച തൊഴിലും നഷ്ടപ്പെട്ട നിലയിലാണ് ഇപ്പോൾ മുഹമ്മദ് നാസിർ. ഒരു തെറ്റും ചെയ്യാതെയാണ് നാസിറിൻ്റെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഈ യുവാവിനെ രക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയാണ് ഇനി ചെയ്യേണ്ടത്. ക്യാമറമാൻ ഷൈജു ബിലാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്, ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ബാങ്ക് കവർച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ADGP ശങ്കർ റെഡ്ഡി. കവർച്ച നടന്ന ബാങ്കിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം കവർച്ചാ സംഘത്തിന് പ്രാദേശിക സഹായം ലഭ്യമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. അന്വേഷണം കർണാടകത്തിലേക്കും വ്യാപിച്ചു. വയനാട്ടിൽ പാരിസ്ഥിതിക ഭീഷണിയായി മത്സ്യകൃഷിയുടെ മറവിൽ വ്യാപക മണലൂറ്റ്. മത്സ്യകൃഷിക്കായുള്ള കുളങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി വാങ്ങിയ ശേഷമാണ് വൻതോതിൽ മണലൂറ്റൽ നടക്കുന്നത്. വയനാട്ടിൽ നിന്ന് അനൂപ് കെയാറിന്റെ റിപ്പോർട്ട്. മത്സ്യകൃഷിക്കായുള്ള കുളം കുഴിക്കലാണ് കണിയാമ്പറ്റ വില്ലേജിലെ വരദൂരിൽ പനമരം പുഴയുടെ ഓരത്തുള്ള ഈ കാഴ്ചയും. ഇതിനകം മത്സ്യകൃഷിക്കായി അനുവദിച്ച കുളങ്ങളിൽ കൃഷി നടത്തിയിരുന്നുവെങ്കിൽ മത്സ്യകൃഷിയാൽ സമ്പന്നമായനെ ഇത്തരം ഗ്രാമങ്ങൾ. തൊട്ടടുത്തു കാണുന്ന വലിയ മണൽക്കൂനകൾ കുളം കുഴിക്കവേ പുറത്തു വന്നതാണ്. സമീപത്തു തന്നെ കാടുമൂടി കിടക്കുന്നുണ്ട് മറ്റനേകം മത്സ്യകൃഷിക്കായുള്ള കുളങ്ങൾ. ജിയോളജി വകുപ്പും ഫിഷറീസ് വകുപ്പുമെല്ലാം മണൽ കൃഷിക്കാരെ വേണ്ടുവോളം സഹായിക്കുന്നുമുണ്ട്. മണൽ വാരിക്കഴിഞ്ഞാൽ പിന്നെ മത്സ്യവുമില്ല, കുളവുമില്ല. പ്രദേശവാസിയായ സുരേഷ്. വകുപ്പിൻ്റെ പെർമിഷൻ വാങ്ങി എടുത്തൊരു കുളവ് നാട്ടിലില്ല. മണൽ വാരിക്കഴിഞ്ഞാൽ അത് മൂടും, അല്ലെങ്കിൽ അത് അനാഥമായിട്ട് കിടക്കും. മോട്ടോറും മറ്റ് യന്ത്രസാമഗ്രികളും ഉപയോഗിച്ച് വയൽ മണ്ണ് അരിച്ചെടുക്കുന്നതൊക്കെ വലിയ പാടാണ്. അങ്ങനെ കുളം കുഴിക്കുമ്പോൾ സ്വാഭാവികമായും പുറത്തുവരുന്ന മണൽ വിൽക്കുകയല്ലാതെ എന്തുവഴി? അതിനുള്ള അനുമതിയും തന്ന് ഉദ്യോഗസ്ഥർ സഹായിക്കും. ഇങ്ങനെ കുളം കുഴിക്കാൻ കരാറെടുക്കുന്ന മുനീർ എന്നയാൾ ഇങ്ങനെ പറയുന്നു. അല്ലാണ്ട് മണലിനായിട്ടെടുത്തല്ല, കുളത്തിനാണ് പറഞ്ഞത്. ആ കുളത്തിൽ നിന്ന് കിട്ടുന്ന മണലാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഇനി അതിന് റോയൽറ്റി അടിച്ച് ടാക്സ് അടിച്ച് ഞങ്ങൾ വിൽപ്പന നടത്തും. ഫിഷറീസ് വകുപ്പ് കൂടുതൽ കുളങ്ങൾക്കായുള്ള അനുമതി നൽകിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യകൃഷിയിൽ സ്വയം പര്യാപ്തമായ വയലേലകളാണ് അവരുടെ സ്വപ്നം. അനൂപ് കെയാർ, വയനാട്.
ന്യൂഡൽഹിയിലെ ഗുഡ്ഗാവിൽ 2 നേപ്പാളി യുവതികളെ ഫ്ളാറ്റിൽ പാർപ്പിച്ച് തുടർച്ചയായി പീഡിപ്പിച്ചതിന് സൗദി നയതന്ത്രജ്ഞനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ സൗദി എംബസി വാർത്ത നിഷേധിച്ചിരിക്കുകയാണ്. 2 നേപ്പാളി യുവതികളെ ഫ്ളാറ്റിൽ പാർപ്പിച്ച് തുടർച്ചയായി സൗദി നയതന്ത്രജ്ഞൻ പീഡിപ്പിച്ചു എന്നാണ് കേസ്. DLF ഫേസ് 2-ൽ സൗദി എംബസി വാടകയ്ക്കെടുത്ത ഫ്ളാറ്റിൽ പോലീസ് റെയ്ഡ് നടത്തി യുവതികളെ മോചിപ്പിക്കുകയായിരുന്നു. ഈയിടെ വീട്ടുജോലിക്കെത്തിയ സ്ത്രീയാണ് ഫ്ളാറ്റിൽ 2 യുവതികളെ പാർപ്പിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. തുടർന്ന് സന്നദ്ധ സംഘടന മുഖേന പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. വീട്ടുജോലിക്കെന്ന പേരിൽ തങ്ങളെ ആദ്യം ജിദ്ദയിലേക്കാണ് കൊണ്ടുപോയതെന്ന് യുവതികൾ പറയുന്നു. അവിടെ വെച്ചും പീഡിപ്പിച്ചു. ഡൽഹിയിലെ ഗുഡ്ഗാവിൽ ഫ്ളാറ്റിൽ അതിഥികളായി എത്തിയവരും മാനഭംഗപ്പെടുത്തിയിരുന്നതായി യുവതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു ദിവസം 7-8 പേർ പീഡിപ്പിച്ചിരുന്നുവെന്നും യുവതികൾ പറയുന്നു. എന്നാൽ കേസെടുത്തെങ്കിലും നയതന്ത്രജ്ഞനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടെന്നും ഇക്കാര്യങ്ങൾ തെറ്റാണെന്നും ആരോപണം തെളിയിക്കപ്പെട്ടിട്ടില്ലെന്നും സൗദി എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കേസിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പോലീസിനോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തിരുവനന്തപുരം മുട്ടത്തറയിൽ പൊന്നാറ UP സ്കൂൾ കെട്ടിടത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണു. ഭക്ഷണശാലയുടെ ഒരു ഭാഗമാണ് തകർന്നത്. കുട്ടികൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. ആ കാഴ്ചയിലേക്ക്. തിരുവനന്തപുരം മുട്ടത്തറയിലെ പൊന്നറ ശ്രീധർ മെമ്മോറിയൽ സർക്കാർ UP സ്കൂളിലാണ് അപകടമുണ്ടായത്. സ്കൂളിലെ ഭക്ഷണശാലയുടെ ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിച്ച് ഇറങ്ങിയ ശേഷമായിരുന്നു കെട്ടിടം തകർന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത്. കെട്ടിട നിർമ്മാണത്തിലെ അപാകതയാണ് അപകട കാരണമായതെന്നാണ് നിഗമനം. 2007-ലാണ് ഭക്ഷണശാല ഉൾപ്പെടുന്ന ഈ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൽ 2 ദിവസം മുൻപ് ചെറിയ വിള്ളൽ കണ്ടിരുന്നെന്നും ഉടൻ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നതായും ഹെഡ് മാസ്റ്റർ സുദർശനൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ DDക്ക് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇത്രയും ഒരു അപകടം ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. കാരണം അപ്പോൾ DDക്ക് ഞങ്ങളുടെ ഉദ്യോഗസ്ഥൻ DD റിപ്പോർട്ട് ചെയ്തു. ഞങ്ങൾ അപ്പോൾ തന്നെ 225 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. പരീക്ഷ നടക്കുന്ന സമയം കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായത്. അനാസ്ഥയെ തുടർന്നുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ സ്കൂളിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഭ്യന്തര കലഹം രൂക്ഷമായ യമനിൽ 20 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിദേശകാര്യ വകുപ്പ് നിഷേധിച്ചു. വ്യോമാക്രമണം നടന്ന സ്ഥലത്ത് നിന്ന് 7 പേരെ കാണാതായിട്ടുണ്ട്. 13 പേരെ ജീവനോടെ കണ്ടെത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ആഭ്യന്തര കലാപകാരികളെ അമർച്ച ചെയ്യാൻ സൗദി സഖ്യസേന യമനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 20 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു എന്നായിരുന്നു വാർത്ത. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദേശകാര്യ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ 20 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടിട്ടില്ലെന്ന് വിവരം ലഭിച്ചതായി വിദേശകാര്യ വക്താവ് വികാസ് സ്വരൂപ് അറിയിച്ചു. ആക്രമണം രൂക്ഷമായിരിക്കുന്ന യമനിലെ മോഹയ്ക്കും സൊമാലിയയിലെ ബർബറയ്ക്കുമിടയ്ക്ക് സമുദ്രപ്രദേശത്ത് 20 ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ബോട്ട് ഇന്നലെ ഉച്ചയോടെ പ്രവേശിച്ചു. ഈ ബോട്ടിന് നേരെയും ആക്രമണമുണ്ടായി. അതിൽ ജീവനക്കാരായ 13 പേർ ഇപ്പോഴും ജീവനോടെയുണ്ട്. ബാക്കി 7 പേരെ കാണാതായി. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ അന്വേഷണം യമനിലെ ഇന്ത്യൻ എംബസി നടത്തിവരുന്നതായി വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി. ബോട്ടിന്റെ ഉടമയെ ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ്. യമനിലെ സർക്കാർ നിഷ്ക്രിയമായ മേഖലകളിൽ നിന്നും എണ്ണ കടത്താൻ വിമതർ നടത്തിയ ശ്രമം ചെറുക്കുന്നതിന് സഖ്യസേന കഴിഞ്ഞ ദിവസം അൽ ഹുദൈദ തുറമുഖത്ത് ആക്രമണം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. സബ്സിഡി നൽകാതെ പച്ചക്കറി വിൽക്കാനുള്ള ഹോർട്ടികോർപ്പിന്റെ നടപടിയെ തുടർന്ന് 1200 കിലോ പച്ചക്കറികൾ വെട്ടിമൂടിയതായി തെളിഞ്ഞു. അടൂർ പഴകുളത്തെ ഹോർട്ടികോർപ്പിന്റെ ഗോഡൌണിലാണ് ജനങ്ങൾക്ക് ഓണനാളുകളിൽ പ്രയോജനപ്പെടേണ്ട പച്ചക്കറികൾ പാഴായത്. പത്തനംതിട്ടയിൽ നിന്ന് ലെസ്ലി ജോൺ നൽകുന്ന വാർത്തയിലേക്ക്. സബ്സിഡി നൽകേണ്ടെന്ന ഹോർട്ടികോർപ്പ് അധികൃതരുടെ നിലപാട് മൂലം ഓണക്കാലത്ത് വിറ്റഴിക്കാതെ വെട്ടിമൂടിയത് 1200 കിലോഗ്രാം പച്ചക്കറി. അടൂർ പഴകുളത്തെ ഹോർട്ടികോർപ്പിന്റെ ഗോഡൌണിലാണ് ഉപയോഗശൂന്യവും അല്ലാത്തതുമായ പച്ചക്കറികൾ വെട്ടിമൂടിയത്. പരാതി ഉയർന്നതിനെ തുടർന്ന് MDയുടെ നിർദ്ദേശപ്രകാരം ഇന്റേണൽ ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വെട്ടിമൂടിയത് 1200 കിലോ പച്ചക്കറികളാണെന്ന് കണ്ടെത്തിയത്. ഓണ സീസണിൽ ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഹോർട്ടികോർപ്പ് ആരംഭിച്ച ഓണച്ചന്തകളിൽ കാര്യമായ കച്ചവടം നടന്നില്ല. മുൻകാലങ്ങളിൽ സബ്സിഡി നിരക്കിലാണ് പച്ചക്കറി വിതരണം ചെയ്തിരുന്നത് എങ്കിലും ഇത്തവണ തുടക്കത്തിൽ അതുണ്ടായില്ല. സബ്സിഡി പ്രശ്നം വിവാദമായതോടെ 25-ൽ പരം സാധനങ്ങൾക്ക് ഓണത്തിന്റെ തലേ ദിവസം സബ്സിഡി നൽകാൻ തീരുമാനമുണ്ടായി. എന്നാൽ ഈ നടപടിയും പ്രതീക്ഷിച്ച കച്ചവടം ലഭിക്കാൻ ഇടയാക്കിയില്ല. സാധാരണഗതിയിൽ 5% പച്ചക്കറികൾ ഉപയോഗയോഗ്യമല്ലാതായി മാറും. ഇതാണ് വെട്ടിമൂടിയതെന്നാണ് അധികൃതരുടെ വാദം. ഗോഡൌൺ മാനേജർ സോണി. ഈ ഓണച്ചന്തകൾ എല്ലാ സ്ഥലത്തും പ്രതീക്ഷിച്ച ഒരു സെയിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓണത്തിന് നമുക്ക് 3-4 ദിവസത്തെ അവധിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പെരിഷബിളല്ലേ, വെജിറ്റബിളൊക്കെ കുറച്ച് പെരിഷബിളാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് സാധനങ്ങളൊക്കെ ചീഞ്ഞു പോയിട്ടുണ്ട്. ആ സാധനങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കളഞ്ഞേക്കുന്നത്, ഡംപ് ചെയ്തേക്കുന്നത്.
കർഷകരിൽ നിന്നും കുടുംബശ്രീ സംരംഭകരിൽ നിന്നും നേരിട്ട് പച്ചക്കറികൾ ഹോർട്ടികോപ്പ് വാങ്ങുന്നുണ്ട്. കൂടാതെ തമിഴ്നാട്, പൂനെ എന്നീ സ്ഥലങ്ങളിൽ നിന്നും പച്ചക്കറികൾ എത്തുന്നുമുണ്ട്. നിലവിൽ വിപണി വിലയേക്കാൾ കൂടുതൽ ഹോർട്ടികോർപ്പിലെ പച്ചക്കറികൾക്ക് ഉണ്ടെന്ന വ്യാപക പരാതി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് 1200 കിലോ പച്ചക്കറി വെട്ടിമൂടിയ സംഭവം പുറത്തായത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കോഴിക്കോട് പൊറ്റമ്മലിൽ പ്രവർത്തിച്ചിരുന്ന റിലയൻസ് ഫ്രഷ് സൂപ്പർ മാർക്കറ്റ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അടച്ചുപൂട്ടി. ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സൂപ്പർ മാർക്കറ്റ് അടച്ചിടാൻ ഉത്തരവായത്. കോഴിക്കോട് പൊറ്റമ്മലിൽ പ്രവർത്തിക്കുന്ന റിലയൻസ് സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി സൂപ്പർ മാർക്കറ്റിലെത്തുകയായിരുന്നു. പ്രവർത്തകർ സൂപ്പർ മാർക്കറ്റ് ഉപരോധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സംഭവ സ്ഥലത്തെത്തി. പോലീസ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സൂപ്പർ മാർക്കറ്റിൽ പരിശോധനയ്ക്കെത്തിയത്. സൂപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ പലതും കാലാവധി കഴിഞ്ഞതാണെന്ന് പരിശോധനയിൽ വ്യക്തമായി. ഭക്ഷണ സാധനങ്ങളുടെ സ്റ്റോക്ക് റൊട്ടേഷൻ പോരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. യൂസ് ബൈ ഡേറ്റ് കഴിയുന്ന സാധനങ്ങൾ അപ്പോൾ തന്നെ റിമൂവ് ചെയ്യുകയും പുതിയ സ്റ്റോക്ക് വെക്കുകയും ചെയ്യാത്ത ഒരു സംവിധാനം അത് പോരായ്മയുണ്ട്. മാനദണ്ഡങ്ങൾ ലംഘിച്ച് കാലാവധി കഴിഞ്ഞ ഉൽപ്പന്നങ്ങളും ഭക്ഷ്യയോഗ്യമായ ഉൽപ്പന്നങ്ങളുമെല്ലാം ഒരുമിച്ചായിരുന്നു ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി. വിവിധ കമ്പനികളുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സൂപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടി സീൽ ചെയ്തു. ഉപയോഗയോഗ്യമല്ലാത്ത ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പേയടക്കാൻ ആവശ്യപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ വിഭാഗം സൂപ്പർ മാർക്കറ്റ് അധികൃതർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊല്ലത്ത് വന്ധ്യീകരണ ശസ്ത്രക്രിയയിലൂടെ തെരുവുനായ ശല്യം നിയന്ത്രണ വിധേയമാക്കി ജില്ലാ പഞ്ചായത്ത് മാതൃകാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഈ മാതൃക ഏറ്റെടുക്കാൻ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല. സംസ്ഥാന സർക്കാർ നിയമസഭയിൽ കൊല്ലത്തെ പദ്ധതിയെ പ്രശംസിച്ചിരുന്നു. സർവത്ര തെരുവുനായകൾ വ്യാപിച്ചതോടെ ജനജീവിതം ഭീഷണിയിലാണ്. സംസ്ഥാനത്ത് ദിവസവും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ മിനിമം 10 പേർക്കെങ്കിലും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടും പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്താത്തതിന്റെ ഇരകളാണ് നായയുടെ കടിയേൽക്കുന്നവർ. കൊല്ലത്ത് 3 പഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തെരുവുനായകളെ പിടികൂടി വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയപ്പോൾ തെരുവുനായയുടെ ആക്രമണത്തിന്റെ തോത് ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചു. മൊബൈൽ സ്ക്വാഡിന് രൂപം നൽകി കൂടുതൽ നായകളെ വന്ധ്യീകരണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാനാണ് പദ്ധതിയെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അറിയിച്ചു. ക്രിമിനൽ മനോഭാവമുള്ള തെരുവുനായ്ക്കളാണ് ഇപ്പോഴുള്ളത്. കാര്യം കുറച്ച് ശൗര്യം കുറവുള്ള പട്ടികളെയൊക്കെയാണ് പട്ടിപിടുത്തക്കാരുണ്ടായിരുന്ന ഘട്ടത്തിൽ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ കുറച്ച് അധികം അക്രമവാസനയുള്ള പട്ടികൾ നാട്ടിൽ അവശേഷിക്കുകയും ആ പട്ടികൾക്കുണ്ടായ കുട്ടികളാണ് നാട്ടിലുള്ളത് എന്നതുകൊണ്ട് തന്നെയാണ് മനുഷ്യർ ഉൾപ്പെടെ ഉപദ്രവിക്കുന്ന നിലയിലേക്ക് തന്നെ അത് പെരുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വംശ വർധനവ് തടഞ്ഞുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശസ്ത്രക്രിയയിലൂടെ നായകളുടെ എണ്ണം വർദ്ധിക്കുന്നത് തടയാനും ആക്രമണവാസന കുറയ്ക്കുവാനും കഴിയുന്നു. മൃഗസംരക്ഷണ വിഭാഗവും ഇതിനോട് യോജിക്കുന്നു. പക്ഷേ ചില തദ്ദേശ സ്ഥാപനങ്ങൾ തെരുവുനായകളെ പിടികൂടി കൊല്ലണമെന്ന് വാദിക്കുന്നു. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം കുളത്തുപുഴയിലെ പ്ലാന്റേഷനിൽ കുരങ്ങുകളെ കൂട്ടത്തോടെ ചത്ത നിലയിൽ കണ്ടെത്തി. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ റബ്ബർ തോട്ടത്തിനുള്ളിൽ 8 കുരങ്ങുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുളത്തുപുഴ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷന്റെ 2C കോളനിക്ക് സമീപമാണ് 8 കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തൊഴിലാളികളാണ് തോട്ടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുരങ്ങുകളെ ചത്ത നിലയിൽ കണ്ടത്. ഒരെണ്ണം അബോധാവസ്ഥയിലുമായിരുന്നു. തൊഴിലാളികൾ അറിയിച്ചതനുസരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി തോട്ടത്തിൽ പരിശോധന നടത്തി. ചത്ത കുരങ്ങുകളെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി പാലോട് വെറ്റിനറി ആശുപത്രിയിലേക്ക് മാറ്റി. കുരങ്ങ് പനിയാണോ എന്ന സംശയമുണ്ട്. കുരങ്ങ് പനിയാണോ മറ്റ് സ്വകാര്യ വ്യക്തികളുടെ ഇടപെടലുകളിലും ഉണ്ടോ എന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമേ അറിയാൻ കഴിയുള്ളൂ. ഡോക്ടറുടെ റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. തോട്ടത്തിനുള്ളിൽ നിന്ന് മുന്തിരി കലർത്തിയ ചോറ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ വിഷം കലർത്തി കുരങ്ങുകൾക്ക് നൽകിയതാണോ എന്ന സംശയവും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത RSSകാർക്കെതിരെ ദുർബല വകുപ്പ് ചുമത്തി കേസെടുത്ത നടപടിയിൽ പ്രതിഷേധിച്ച് തലശ്ശേരി CI ഓഫീസിലേക്ക് ഇന്ന് മാർച്ച് നടന്നു. അതേസമയം കണ്ണൂരിൽ വളപട്ടണത്ത് വീണ്ടും RSS ആക്രമണമുണ്ടായി. CITU നേതാവ് രഘുത്തമന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. അഴീക്കോട് വട്ടക്കണ്ടിയിൽ ഇന്നലെ അർദ്ധരാത്രി CPIM ലോക്കൽ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ രഘുനാഥിന്റെ വീടിന് നേരെ ഉഗ്രശേഷിയുള്ള ബോംബാക്രമണമാണ് നടന്നത്. പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് നോക്കുമ്പോൾ അകപ്പാട് പുകയാണ്. 2.5 മണിക്കൂർ വരെ ആ പുകയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. അങ്ങനെ പിന്നെ എങ്ങനെയോ തപ്പിത്തടഞ്ഞ് എത്തി നോക്കുമ്പോൾ മൊത്തം ഗ്ലാസ്സാണ് കാണുന്നകത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ സൗണ്ട് കൊണ്ട് തന്നെ ഞാനും മോളെ ഇപ്പോഴും തലക്കൊരിതായിട്ടില്ല.
മോള് ആ സമയത്ത് ഭയങ്കര വിറയും ഛർദി. ശ്രീചിത്തിരിയിൽ നിന്ന് സർജറി എല്ലാം കഴിഞ്ഞ ആളാണ്. 6ാം ക്ലാസ് പഠിക്കുമ്പോൾ RSS നേതൃത്വം ഗൂഢാലോചന നടത്തി ഏകപക്ഷീയമായ ആക്രമണം നടത്തുകയാണെന്ന് വീട് സന്ദർശിച്ച CPIM ജില്ലാ സെക്രട്ടറി PJ രാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തര മന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് കലക്ടറുടെ നേതൃത്വത്തിൽ സമാധാന സംഭാഷണം നടന്നത്. സമാധാനപരമായിട്ടുള്ള ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഏകപക്ഷീയമായിട്ടുള്ള ആക്രമണങ്ങളാണ് RSSൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. RSS നേതൃത്വം തന്നെയാണ് ഭീതിജനകമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇത്തരം ആക്രമണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നത്. അതേസമയം സമാധാന യോഗത്തിന് ശേഷവും കണ്ണൂരിൽ RSS ആക്രമണം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നിയമസഭയിൽ വെച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചും ജോപ്പനോടൊപ്പം സരിതാ നായരെ കണ്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വനിതാ സെക്യൂരിറ്റി ഓഫീസർമാർ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി നൽകി. സോളാർ കേസ് അന്വേഷിക്കുന്ന ചെങ്ങന്നൂർ DYSP ഇക്കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെന്നും വനിതാ CPOമാർ മൊഴി നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന സിവിൽ പോലീസ് ഓഫീസർമാരായ ഷീജ ദാസ്, നസീമ ബീഗം എന്നിവരാണ് സോളാർ കമ്മീഷന് മൊഴി നൽകിയത്. ഡ്യൂട്ടിയിലുള്ള ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയെ കാണാൻ വരുന്നവരെ കാണാറുണ്ടെന്ന് ഷീജ ദാസ് മൊഴി നൽകി. സരിതാ നായരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ലക്ഷ്മി നായർ എന്നാണ് അന്ന് പേര് പറഞ്ഞത്. ജോപ്പനോട് അവർ തട്ടിപ്പ് കേസിലെ പ്രതിയാണെന്നും സൂക്ഷിക്കണമെന്നും പറഞ്ഞതായും ഷീജ ദാസ് മൊഴി നൽകി. എന്നാൽ കേസ് അന്വേഷിക്കുന്ന ചെങ്ങന്നൂർ DYSP ഇക്കാര്യങ്ങളൊന്നും ചോദിച്ചില്ലെന്നും അവർ മൊഴിയിൽ പറഞ്ഞു. ശ്രീധരൻ നായരും ശെൽവരാജ് MLAയും മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയത് കണ്ടിട്ടുണ്ടെന്നും ഷീജ ദാസ് കമ്മീഷന് മൊഴി നൽകി. നിയമസഭയിൽ വെച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചും ജോപ്പനോടൊപ്പം സരിതയെ കണ്ടിട്ടുണ്ടെന്ന് നസീമ ബീഗം മൊഴി നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.